ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും നിരാശയോടെ ഞാനും എൻ്റെ കുടുംബവും മുഖത്തോട് മുഖം നോക്കുമ്പോൾ പലരും അടുത്തതിൽ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ ഇനി അടുത്തതൊന്നുമില്ല. ക്ലാസ്സുകൾ തുടങ്ങാനായി. സർ, എൻ്റെ മനസ്സിലൂടെ ഓടുന്ന ഭീകര ചിന്തകളുടെ ബലിയാടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു വെച്ച കുട്ടിയാവും ഹാദി റുഷ്ത. അവളെപ്പോലെ എല്ലാം വേണ്ടെന്ന് വെച്ച് ഈ ലോകത്തോട് വിട പറയാൻ മടിയുണ്ട്. അവളുടെ ഇല്ലായ്മയ്ക്ക് ഉത്തരമായില്ല. എൻ്റെ ശബ്ദത്തിനെങ്കിലും ഉത്തരത്തിനായി അപേക്ഷിക്കുന്നു എന്ന് 10ാം ക്ലാസ്സുകാരി റയ സമീർ. ഞാൻ എനിക്ക് വേണ്ടി എഴുതിയ കത്ത് മാത്രമായിരുന്നില്ല അത്. എന്നെപ്പോലെ കുറേ കുട്ടികളുണ്ട്, ഫുൾ A+ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട്. അപ്പോൾ ഞാൻ എന്നിലേക്ക് ഒതുങ്ങിയിട്ട് എൻ്റെ പരാതിയായിട്ട് കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഉള്ളൊരു ശബ്ദമായിട്ട് മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പറഞ്ഞത്. സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ് ഇത്ര പേരെ. സൂയിസൈഡ് ചെയ്യുക അതൊന്നിനൊരു പരിഹാരമില്ലല്ലോ. അതായിരിക്കും വിഷമം. ഒരിടത്ത് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വിഷമം. എവിടെയെങ്കിലും കിട്ടിയാൽ അങ്ങനെ വിചാരിക്കായിരുന്നു, എനിക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു സീറ്റ് പോലും വെച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എഴുത്തും വായനയും ഇഷ്ടവിനോദമായി കൊണ്ടു നടക്കുന്ന സ്കൂളിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളാണ് റയ സമീർ. തന്നെക്കാൾ മാർക്ക് കുറഞ്ഞവർ പോലും +1 പ്രവേശനം നേടി ക്ലാസ്സിൽ പോകാൻ ഒരുങ്ങുന്നത് കാണുമ്പോൾ മുഴുവൻ A+ നേടിയ റയയുടെ കണ്ണ് നിറയും. ഇതേ ദുരിതം അനുഭവിക്കുന്ന വേറെയും വിദ്യാർത്ഥികളുണ്ടെന്നറിഞ്ഞതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതുന്നത്. എൻ്റെ അറിവിലുള്ള എല്ലാവർക്കും, ഫുൾ A+ ഉള്ള എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്, മെറിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ആകെ പറഞ്ഞത് ഫുൾ A+ ഉള്ളവർക്ക് സീറ്റുള്ളൂ, ഫുൾ A+ വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ, അല്ലാണ്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ എങ്കിലേ സീറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രഷർ വന്നപ്പോൾ ഇല്ലായ്മയുടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഭയങ്കര ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഭയങ്കര ഒരു വിഷമമായിരുന്നു സീറ്റ് ഇല്ല എന്ന് പറയുന്നത്. ഇല്ല എന്നുള്ളത് ഒരു ഭയങ്കര ഇല്ലായ്മ പോലെ ഫീൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു SSLC എക്സാം എഴുതിയ സമയത്തും ഇല്ലായിരുന്നു ഇത്ര ടെൻഷൻ, റിസൾട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. പക്ഷേ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി, ഭയങ്കര ടെൻഷനായി. ഇതുവരെ ഇല്ലാത്ത ടെൻഷൻ വന്നു. 12 സ്കൂളുകളിൽ റയ അപേക്ഷ കൊടുത്തിരുന്നു. +2 സയൻസ് പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതി ഡോക്ടർ ആകണമെന്നൊക്കെയാണ് റയയുടെ ആഗ്രഹം. കൂട്ടിവെച്ച സ്വപ്നങ്ങൾ ഇല്ലാതാകുമോ എന്ന പേടിയിൽ ഉരുകുകയാണ് റയയടക്കം നിരവധി വിദ്യാർത്ഥികൾ. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.